ഗോകുലത്തിന് പിന്നാലെ പൃഥ്വിരാജും കേന്ദ്ര നിരീക്ഷണത്തിൽ. ആദായ നികുതി വകുപ്പ് നോട്ടീസിന് ഈ മാസം 29-ന് മുൻപ് മറുപടി നൽകണം. ഗോകുലം റെയ്ഡിൽ പിടിച്ചെടുത്തത് 1.5 കോടി. ഗോകുലം ഗോപാലനെ വീണ്ടും ED ചോദ്യം ചെയ്യും. ഞങ്ങളും ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാമല്ലോ. ഇടതു വലത് മുന്നണികളുമായി ഇടഞ്ഞു നിൽക്കവേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സിറോ മലബാർ സഭ. ക്രൈസ്തവരുടെ ശക്തി തെളിയിക്കാൻ പാർട്ടി ഉണ്ടാക്കുന്നത് ആലോചനയിലെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് റമിജിയോസ് ഇഞ്ചനാനിയിൽ. വൈകിട്ട് കോഴിക്കോട് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന സമ്മേളനം. നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു പറയാൻ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവർ ഭയന്നാണ് കഴിയുന്നതെന്നും വെള്ളാപ്പള്ളി. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് ലീഗ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞു അത് മാധ്യമപ്രവർത്തകരെ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ അനുവദിക്കരുത് മന്ത്രിയെ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സുരേഷ് ഗോപി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാകരുതെന്ന് നിർദ്ദേശം നൽകി. മാധ്യമങ്ങൾക്കെതിരാണ് സുരേഷ് ഗോപി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്ന് വി മുരളീധരൻ. MA ബേബി CPM ജനറൽ സെക്രട്ടറിയാകാൻ സാധ്യതയേറുന്നു. ബേബിക്ക് കേരള ഘടകത്തിന്റെ പിന്തുണ. അശോക് ധാവളയ്ക്കായി ബംഗാൾ പാർട്ടി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതിക്ക് സിനിമാ നടന്മാരുമായി പെൺവാണിഭ ഇടപാടും. പ്രമുഖ സിനിമാ നടനു വേണ്ടി മോഡലിനെ എത്തിച്ചു നൽകിയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പുന്നമടയിലെ ഹോട്ടലിൽ നടന്നത് ലഹരി പാർട്ടിയാണോ എന്ന അന്വേഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ. പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി ചർച്ച. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ശ്രീലങ്ക കരകയറുന്നതിൽ സന്തോഷമെന്ന് മോദി. എമ്പുരാൻ വിവാദത്തിനിടെ നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 3 സിനിമകളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടിയാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. ഏപ്രിൽ 29-നകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. സ്വാഭാവികമായ നടപടിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. എമ്പുരാൻ വിവാദത്തിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പൃഥ്വിരാജിനെതിരെയുള്ള IT നടപടി. 2022-ൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായ കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ ചിത്രങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ആന്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിൽ 2022 ഡിസംബർ 15-ന് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നും എമ്പുരാൻ ചിത്രവുമായി ബന്ധമില്ലെന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. ഗോകുലം ഗ്രൂപ്പിലെ ED പരിശോധനയിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തതായി EDയുടെ വിശദീകരണം. ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്നാണ് EDയുടെ കണ്ടെത്തൽ. സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണെന്നും ED വ്യക്തമാക്കുന്നു. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി, വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണല്ലോ ED നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി എന്തെങ്കിലും റിലീസ് EDയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ?
മഞ്ജുഷ 7.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ അത് കോഴിക്കോടും ചെന്നൈയിലുമായി നീണ്ടു. അതോടൊപ്പം തന്നെ ഈ ഗോകുലം ഗ്രൂപ്പിന്റെ 10 ഇടങ്ങളിലായിരുന്നു ഇഡിയുടെ പരിശോധന. ഈ പരിശോധനയിൽ നിന്നാണ് 1.5 കോടി രൂപ പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുത്ത പണത്തിന്റെ ദൃശ്യങ്ങൾ ഇഡി ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ന്യൂസ് 18 ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 1.5 കോടി രൂപ പിടിച്ചെടുത്തു. ഒപ്പം ഈ ഫെമ നിയമം ലംഘിച്ചു എന്നുകൂടിയാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗോകുലം ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെ ഷെയർ ഉള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പിടിച്ചെടുത്ത പണത്തോടൊപ്പം പണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എന്ത് ആവശ്യത്തിനാണ് ഈ പണം സൂക്ഷിച്ചത്, എവിടെ നിന്നാണ് വന്നത് ഇന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ തീരുമാനം. കേരളത്തിൽ നിന്നും അതായത് രാജ്യത്തു നിന്നും പുറത്തേക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്കും അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിന്റെ മറ്റ് വിവിധ സ്ഥാപനങ്ങളിലേക്കും പണം എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഫെമ ലംഘനത്തോടുകൂടിയാണ് ഈ പണം എത്തിയതെന്നാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എമ്പുരാൻ സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടി നിക്ഷേപിച്ച തുകയും ഇത്തരത്തിൽ നിയമലംഘനത്തിലൂടെ കൊണ്ടുവന്ന പണമാണോ എന്നൊരു സംശയമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടുള്ള തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഗോകുലം ഗോപാലനെ വിശദമായി ചോദ്യം ചെയ്യും. ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്ന് കൂടി ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. 1.5 കോടിയാണ് ഇഡി ഗോകുലം ഗ്രൂപ്പുകളിൽ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. എമ്പുരാൻ സിനിമ ഇറങ്ങും മുൻപാണ് ഗോകുലം ഗ്രൂപ്പിനും പൃഥ്വിരാജിനും കേന്ദ്ര ഏജൻസികൾ നോട്ടീസ് നൽകിയതെന്നാണ് BJP നേതാവ് വി മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. എമ്പുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിന്റേതാണ്. കൈരളി പറയുമ്പോ എന്താ പറയാ, എമ്പുരാൻ വന്നതിന് ശേഷം നോട്ടീസ്. ഒട്ടും സംശയിക്കണ്ട, കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമെന്ന വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭയം കാരണം സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പോലും കഴിയുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന SNDP സമ്മേളനത്തിലാണ് ഈ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. മലപ്പുറം ജില്ലയെയും മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ വിഭാഗങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഈഴവർ നേരിടുന്ന കടുത്ത അവഗണനയാണ്. തൊഴിലുറപ്പ് മാത്രമേയുള്ളൂ. രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് ലഭിക്കുന്നില്ല. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്ക് കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. നമുക്കെന്ത് ഇങ്ങോട്ട് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കും, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. വോട്ടുകുത്തി യന്ത്രങ്ങൾ. എന്നാൽ വെള്ളാപ്പള്ളിയുടേത് മറുപടി അർഹിക്കാത്ത ജൽപ്പനമെന്നായിരുന്നു ലീഗിന്റെ വിമർശനം. യാതൊരു മറുപടിയും അറിയിക്കാത്ത ഒരു ജൽപ്പനം മാത്രമേ ഈ പ്രസ്താവനയെ കാണാൻ പറ്റൂ. മതേതര ജനാധിപത്യ പൊതുസമൂഹം അവജ്ഞയോടുകൂടി അഗണ്യകോടിയിൽ തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ആദ്യമായല്ല വെള്ളാപ്പള്ളി നടേശൻ ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്നത്. കോഴിക്കോട് മാൻഹോളിൽ മരിച്ച നൌഷാദിനെ അധിക്ഷേപിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ഏറെ വിവാദമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനവും പ്രതിഷേധവുമാണ് ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാൻ സിറോ മലബാർ സഭ. നിലവിൽ നീതി കിട്ടാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ സംവിധാനമായി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. വോട്ട് ബാങ്കായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്നും താമരശ്ശേരി ബിഷപ്പ് പ്രതികരിച്ചു. ന്യൂസ് 18നോട് പറഞ്ഞ കാര്യങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിലും ബിഷപ്പ് ആവർത്തിക്കുകയും ചെയ്തു. നമുക്കൊപ്പം താമരശ്ശേരി ബിഷപ്പുണ്ട്. ഒരു കുറച്ച് നാളുകളായി തന്നെ ഒരു വോട്ട് ബാങ്ക് എന്ന രീതിയിലാണ് സഭ നിൽക്കുന്നത്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതേ രീതിയിൽ ഇനി മുന്നോട്ട് പോകും, അതിൽ മാറ്റങ്ങൾ? ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വോട്ടുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാമല്ലോ.
അതിനുള്ള സാധ്യതകളുണ്ടല്ലോ. അത് ഞങ്ങൾ ചിന്തിക്കും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ജീവിക്കാനുള്ള ഞങ്ങളുടെ ഒരു അവകാശമുണ്ട്. അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ വോട്ട് ചെയ്യുന്നവർ ഞങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ ഞങ്ങൾ തനിയെ നിന്ന് അതിനുവേണ്ടി പരിശ്രമിക്കും. ഞങ്ങൾക്ക് അങ്ങനെ BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ആരാണ് ഞങ്ങൾക്ക് അവകാശങ്ങളിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നീതി പുലർത്തി ഞങ്ങളെ സംരക്ഷിക്കുന്നു അവരോടൊപ്പം ഞങ്ങൾ ചേരുകയല്ലേ ചെയ്യുന്നത്. ജീവിക്കാൻ അവകാശം ആര് തരുന്നോ ഞങ്ങൾ അവരോടൊപ്പം ആയിരിക്കും ഞങ്ങൾ എപ്പോഴും. എന്തായാലും തികച്ചും ഒരു മാറ്റം, രാഷ്ട്രീയമായി തന്നെയുള്ള ഒരു മാറ്റത്തിലേക്ക് സഭ നീങ്ങുന്നു. ആര് തങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നതിൽ കൂടെ നിൽക്കുന്നോ അവർക്കൊപ്പമാവും സഭയെന്ന് ഉറപ്പൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു റാലി തന്നെയാവും ഇന്ന് നടക്കുക. ഒഡീഷയിലും മലയാളി വൈദികന് മർദ്ദനം. പോലീസ് ഉദ്യോഗസ്ഥർ പള്ളിയിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. ബഹരാംപൂർ രൂപതയിലെ ജുബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനാണ് മർദ്ദനമേറ്റത്. പാകിസ്ഥാനിൽ നിന്നെത്തി മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനം. മാർച്ച് 22-നാണ് സംഭവം നടന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജബൽപൂർ അതിരൂപത വൈദികർ. സംഭവം നടന്ന് 4 ദിവസത്തിന് ശേഷം എഫ്ഐആർ ഇട്ടത് കണ്ണിൽ പൊടിയിടാനെന്നാണ് വിമർശനം. മാർച്ച് 31-ന് നടന്ന സംഭവത്തിൽ ഇന്നലെ പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും വകുപ്പുകൾ വ്യക്തമാക്കിയിട്ടില്ല. സംഭവം നടന്ന് 5 ദിവസം പിന്നിട്ടിട്ടും പോലീസിന്റെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിക്കുകയാണ് വൈദികർ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും നടന്നിട്ടുണ്ട്. ലഹരിക്ക് പുറമെ പ്രമുഖ നടന് പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതായും ഇവർ എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ നക്ഷത്ര ഹോട്ടലിൽ നടന്ന നിശാ പാർട്ടിയുമായി ഹൈബ്രിഡ് കഞ്ചാവ് കേസിന് ബന്ധമുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ 1-ാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് പെൺവാണിഭ കച്ചവടങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. 25,000 രൂപയ്ക്ക് വാട്സ്ആപ്പ് ചാറ്റിൽ കണ്ട യുവതിയെ നടന് എത്തിച്ചു നൽകിയതായും തസ്ലീമ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. 5,000 രൂപയാണ് ആ ഇടപാടിൽ തന്റെ ലാഭമെന്നും അവർ പറഞ്ഞു. ആലപ്പുഴ പുന്നമടയിൽ പ്രമുഖ ഹോട്ടലിൽ നടന്ന ടിക്കറ്റ് വെച്ചുള്ള നിശാപാർട്ടികളുമായി ബന്ധപ്പെട്ടും എക്സൈസും പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഫെബ്രുവരി 28, മാർച്ച് 8 തീയതികളിലായാണ് പാർട്ടി സംഘടിപ്പിച്ചത്. എറണാകുളത്ത് നിന്നുമാണ് ഏറ്റവും കൂടുതൽ യുവതി-യുവാക്കൾ ടിക്കറ്റ് വാങ്ങി ആലപ്പുഴയിലെത്തിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരസ്യത്തിൽ സ്ത്രീകൾക്ക് സൌജന്യമായി മദ്യം നൽകുമെന്നും ഓഫറുണ്ടായിരുന്നു. മദ്യമല്ല ലഹരിയാണ് ലക്ഷ്യമെന്ന് ലോക്കൽ പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും നോർത്ത് പോലീസും പരിശോധന നടത്തിയതിനെ തുടർന്ന് പദ്ധതി പൊളിയുകയായിരുന്നു. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു നിശാ പാർട്ടി. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലാന്റിൽ നിന്നാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. തസ്ലീമ സുൽത്താനയും സിനിമയിലെ ലഹരി പെൺവാണിഭ സംഘങ്ങളുമായുള്ള വിശദാംശങ്ങളും ഒക്കെ പുറത്തുവരുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമ ആലപ്പുഴയിൽ ആർക്ക് നൽകാനായി എത്തി? ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കണ്ണൂരിൽ മയക്കുമരുന്നുമായി 4 പേർ എക്സൈസിന്റെ പിടിയിലായി. മട്ടന്നൂർ മരുതായി സ്വദേശിയായ മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശിയായ മുഹമ്മദ് ജംഷീൽ, ഇരിക്കൂർ സ്വദേശി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരാണ് പിടിയിലായത്. 490 മില്ലിഗ്രാം MDMA, ടെസ്റ്റ് ട്യൂബുകൾ, ലാമ്പുകൾ എന്നിവ കണ്ടെടുത്തു. പറശ്ശിനിക്കടവ് ഭാഗങ്ങളിലെ ലോഡ്ജുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്.
തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. ജീവനൊടുക്കിയ യുവതിയുടെ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിനിയുമായ മറ്റൊരു IB ഉദ്യോഗസ്ഥയും സുഗാന്ത് സുരേഷിനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതെന്നാണ് കണ്ടെത്തൽ. അതേസമയം ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. ഇതിനായി ആശുപത്രിയിലെത്തിയത് വ്യാജ വിവാഹ ക്ഷണക്കത്തുമായാണെന്നും സ്ഥിരീകരിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2024 ജൂലൈ മാസം 4-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവ IB ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഫാർമസിയിൽ നിന്ന് വാങ്ങിയ മരുന്നിന്റെ കുറിപ്പടിയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ സുഗാന്ത് സുരേഷിന് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ തുടങ്ങിയത്. കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം ദൃഢമാകും മുമ്പേ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്ത് ഏറെ അടുത്തിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം 2 യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ജീവനൊടുക്കിയ 24-കാരിയുടെ സുഹൃത്തായിരുന്ന ഈ IB ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സംഭവം വിവാദമായതോടെ മാനസികമായി തളർന്ന തിരുവനന്തപുരം സ്വദേശിനി ഇപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിൽ തുടരുകയാണെന്നാണ് സൂചന. അതേസമയം കേസിൽ പ്രതി ചേർത്ത സുഗാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം IBയും പോലീസും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ ചാവക്കാടുള്ള സുഗാന്ത് സുരേഷിന്റെ മാതാവിന്റെ തറവാട്ടിലും പാലക്കാടുള്ള മാതൃ സഹോദരന്റെ വീട്ടിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. സുഗാന്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് പോണ്ടിച്ചേരിയിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇയാൾ കുടുംബസമേതം ചെന്നൈയിലേക്ക് കടന്നതായുള്ള അഭ്യൂഹങ്ങളെ തുടർന്ന് പോലീസ് പരിശോധന ഇവിടെയും ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 24-ന് രാവിലെ ചാക്കയ്ക്കടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി നടന്നു നീങ്ങുകയായിരുന്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ജീവനക്കാരിയായ IB ഉദ്യോഗസ്ഥ ട്രെയിൻ വരുന്നത് കണ്ടതോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. 25 മീറ്റർ അടുത്തുവച്ച് തുടർച്ചയായി ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്ന് മാറാൻ ഉറക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും യുവതി ഇത് വകവെക്കാതെ അവിടെ തന്നെ തുടരുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വഖഫ് ബോർഡിനേക്കാൾ ഭൂസ്വത്ത് കത്തോലിക്ക സഭയ്ക്ക് എന്ന ലേഖനം പിൻവലിച്ച് RSS മുഖപത്രമായ ഓർഗനൈസർ. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ലേഖനമാണ് ഓർഗനൈസർ പിൻവലിച്ചത്. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങൾ RSS വാരിക പുറത്തുവിട്ടത് വലിയ ചർച്ചയായിരുന്നു. അതേസമയം ക്രിസ്ത്യാനികളെ RSS ഉന്നം വയ്ക്കാൻ അധികം വൈകില്ലെന്ന് തെളിയിക്കുന്നതാണ് ലേഖനമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു പിന്നാലെ ക്ഷണനേരം കൊണ്ടായിരുന്നു RSS വാരികയിൽ കത്തോലിക്ക സഭയെ വിമർശിച്ച് ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ വഖഫ് ബില്ലിനെ പിന്തുണച്ച് KCBC അടക്കം രംഗത്ത് വന്നതും ഇനി ക്രിസ്ത്യാനികളെയാണ് കേന്ദ്രം ലക്ഷ്യം വെക്കാൻ പോകുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും നിലനിൽക്കെ വിഷയത്തിൽ വ്യാപക ചർച്ച ഉയർന്നതോടെ ലേഖനം അപ്രത്യക്ഷമായി. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂവുടമ കത്തോലിക്ക സഭയാണെന്ന് ചൂണ്ടിക്കാട്ടി ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ലേഖനമാണ് ഓർഗനൈസർ പിൻവലിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളും സ്ഥാപനങ്ങളുടെ കണക്കുകളും വിശദമാക്കി RSS വാരിക രംഗത്ത് വന്നത്. രാജ്യത്തുടനീളം ഏകദേശം 7 കോടി ഹെക്ടർ ഭൂമി കത്തോലിക്ക സഭയ്ക്കുണ്ടെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. പള്ളികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ സ്വത്തിന്റെ ആകെ മൂല്യം ഏകദേശം 20,000 കോടി വരുമെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചർച്ച് ആക്ടിന്റെ സഹായത്തോടെയാണ് കത്തോലിക്ക സഭ സ്വത്തിന്റെ ഭൂരിഭാഗവും സ്വന്തമാക്കിയത്.
ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി ഇനി സഭയുടെ സ്വത്തായി അംഗീകരിക്കപ്പെടില്ലെന്ന് 1965 കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് നടപ്പാക്കുന്നതിൽ അയവ് വരുത്തിയതിനാൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള ചില ഭൂമികളുടെ നിയമസാധുത പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇത് തുടർച്ചയായ തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പുറമെ മിഷനറി സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടക്കുന്നുവെന്ന ആരോപണവും ലേഖനത്തിലുണ്ടായിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യം നൽകിയാണ് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതെന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം വഖഫ് ബില്ല് മറ്റ് സമുദായങ്ങളെയും ഉന്നം വെക്കുമെന്ന് താൻ പറഞ്ഞത് ശരിയാകുന്നുവെന്നും ഭരണഘടനയാണ് ഏകാശ്രയമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കൂടുതൽ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും നിയമ പോരാട്ടത്തിന് വരികയാണ്. കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി എന്നിവർ ഭേദഗതിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചു. ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ മുസ്ലിങ്ങളുടെ മതപരമായ അവകാശത്തെ ലംഘിക്കുന്നുവെന്നാണ് ഹർജിയിലെ വാദം. ബില്ലിൽ ആശങ്കയറിയിക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിയുടെ സമയം തേടിയിട്ടുണ്ട്. രാജ്യവ്യാപക പ്രതിഷേധത്തിനും വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം പാസായെങ്കിലും നിയമത്തിന്റെ ആനുകൂല്യം കിട്ടും വരെ സമരം തുടരുമെന്ന നിലപാടിൽ മുനമ്പം സംയുക്ത സമരസമിതി. നിയമത്തിന്റെ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് സംശയങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ടെങ്കിലും BJP നേതാക്കൾ നൽകിയ ഉറപ്പ് വിശ്വസിക്കാമെന്ന നിലപാടിലാണ് മുനമ്പം ജനത. ബിൽ പാസാക്കിയത് സംസ്ഥാനത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മുനമ്പത്ത് വിപുലമായ രീതിയിൽ വിജയാഘോഷം സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചാവും ആഘോഷ സമ്മേളനം. കഴിഞ്ഞ ദിവസം മുനമ്പം നിവാസികളായ 50 പേർ BJPയിൽ അംഗത്വമെടുത്തിരുന്നു. മതപരമായ അവകാശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംഘ് പരിവാർ ശ്രമമാണ് വഖഫ് ബില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2 മതങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിലാണ് BJP നീക്കം നടത്തുന്നത്. ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചത് വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കുന്നവരെന്നും സതീശൻ പറഞ്ഞു. വഖഫ് ബില്ലിന്റെ പേര് പറഞ്ഞ് BJP മുനമ്പത്ത് വർഗീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് സംസ്ഥാന വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ. ഹൈക്കോടതിയുടെ പരിധിയിലുള്ള കേസിൽ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. മുനമ്പത്തെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി. അവരുടെ ഭൂമിക്ക് ആവശ്യമായ രേഖകൾ നൽകണമെന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. നിയമ ഭേദഗതി ഉപകാരപ്പെടുമെങ്കിൽ സംസ്ഥാന സർക്കാർ അതും ചെയ്യുമെന്നും V അബ്ദുറഹ്മാൻ പറഞ്ഞു. സമരം ഒത്തുതീർപ്പാക്കാതിരിക്കാൻ സമരസമിതിയിലെ ചില നേതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്ന ആക്ഷേപം തള്ളിക്കളഞ്ഞ് ആശാ വർക്കർമാർ. ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ചത് സമരസമിതിയാണെന്നും സർക്കാരിന്റെ നിലപാട് പറയാൻ വൈകുകയാണെന്നും MA ബിന്ദു ആരോപിച്ചു. INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ സർക്കാർ പ്രതിനിധിയെപ്പോലെയാണ് പെരുമാറിയതെന്നും സമരസമിതിക്ക് പരാതിയുണ്ട്. ചർച്ച ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് വീണ്ടും സമരസമിതി നേതാക്കൾ കത്ത് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ 2 തവണ, അതായത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ സർക്കാർ മുമ്പോട്ട് വെച്ച ഒരു കാര്യം 3 മാസത്തേക്ക് ഒരു പഠന സമിതിയെ നിയോഗിക്കാം. അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാമെന്നാണ്. പക്ഷേ ആ കാര്യത്തോട് യോജിക്കാനാവില്ല. ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമിതിയെ നിയോഗിച്ചുകൊള്ളൂ എന്നൊരു നിലപാടായിരുന്നു സമരസമിതി എന്ന ആരോഗ്യമന്ത്രിക്ക് മുമ്പിൽ വെച്ചത്. 3ാമത്തെ തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഒരു സെറ്റിൽമെന്റ് ഫോർമുല ഇവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാതിരിക്കുകയും ഒരു കമ്മിറ്റി എന്നുള്ളൊരു സജഷൻ മാത്രം വെക്കുകയും ചെയ്തപ്പോൾ ആ കമ്മിറ്റി ഒരു ടൈം ബൗണ്ടായിട്ട് അത് ഇതിൻ്റെ നടപടികളിലേക്ക് പോകുമെന്ന് ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ അത് ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ഫോർമുല വെച്ചു. ഞങ്ങൾ 1 പടിയല്ല 2 പടിയല്ല എത്രയോ പടി താഴെ വന്നിട്ടാണ് ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല വെച്ചത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ അവരുടെ സഖാക്കൾ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ടല്ലാത്ത ഒരു നിലപാടിന് ഞങ്ങൾ തയ്യാറല്ല. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയും സർക്കാരുമാണ് എന്ന് തന്നെയാണ് സമരസമിതി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെതിരായ ആശമാരുടെ ആരോപണം ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചന്ദ്രശേഖരന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ലെന്നും സതീശൻ പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൌസിൽ നിന്ന് നീക്കാൻ ഗൺമാൻ വഴി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.
മാധ്യമപ്രവർത്തകരോടുള്ള രോഷപ്രകടനത്തിൽ കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയിൽ തന്നെയായിരുന്നു സുരേഷ് ഗോപി. ചോദ്യങ്ങളെ പാടെ അവഗണിച്ച് കേന്ദ്രമന്ത്രി കടന്നുപോയി. തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ മുഴുവൻ പേരെയും നീക്കണമെന്ന നിർദ്ദേശം നൽകി. മന്ത്രിക്ക് ബുദ്ധിമുട്ടായതിനാൽ ഇറങ്ങണമെന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരെ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു. ഇത് ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ അനുവദിക്കരുത് മന്ത്രിയെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയ സുരേഷ് ഗോപിയുടെ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സംബന്ധിച്ച് അദ്ദേഹത്തോട് സൂചിപ്പിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഗസ്റ്റ് ഹൌസ് പോലുള്ള പൊതുയിടങ്ങളിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ വിലക്കിയ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. CPM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണെന്നും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ടായി. പാർട്ടി അംഗത്വ ഫീസ് 5 രൂപയിൽ നിന്ന് 10 രൂപയായി ഉയർത്താൻ പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യും. നാളെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെയും കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കുക. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ആദ്യം ഈ ജനറൽ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് MA ബേബിക്കുള്ള സാധ്യത കൂടുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും MA ബേബി തന്നെയാണ് ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യത ഏറ്റവും അധികം. ഈ ഘട്ടത്തിലും കൽപ്പിക്കപ്പെടുന്നയാൾ. വലിയ അട്ടിമറിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ബേബി EMSന്റെ പിൻഗാമിയായി മലയാളിയായ ഒരാൾ, കേരളത്തിൽ നിന്നുള്ള ഒരാൾ CPMന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നു. നേരത്തെ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയെങ്കിലും അത് ഡൽഹി ഘടകത്തിന്റെ ലേബലിലായിരുന്നു, അവരുടെ പ്രതിനിധിയായിരുന്നു പ്രകാശ് കാരാട്ട് CPI ജനറൽ സെക്രട്ടറി ആയത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് ബേബിക്ക് തന്നെയാണ്. അശോക് ധാവളയെ ജനറൽ സെക്രട്ടറി ആകണമെന്ന ആവശ്യം പശ്ചിമബംഗാൾ ഘടകമടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർ പറയുന്ന കാരണം ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരാൾ, അങ്ങനെ സുപരിചിതനായ ഒരാൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നതാണ് ബംഗാൾ ഘടകത്തിന്റെ നിർദ്ദേശം. പക്ഷേ ബേബി നേരത്തെ പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായും മറ്റും ഡൽഹിയിൽ വർഷങ്ങൾ പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ്. SFIയുടെയും DYFIയുടെയും ഒക്കെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബേബി ആ സ്ഥാനത്തേക്ക് യോഗ്യനാണ് നിലപാടാണ് CPMന്റെ ഏറ്റവും ശക്തമായ ഘടകമായ കേരള ഘടകത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബേബിയുടെ സാധ്യതകൾ ഈ ഘട്ടത്തിലും മുന്നിൽ തന്നെ നമുക്ക് പറയാനാകും. പക്ഷേ CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് ഈ നിമിഷവും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഇപ്പോൾ ബേബി ആ സ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അരുൺ, ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വലിയ വിമർശനങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത്. എല്ലാ പാർട്ടി ഘടകങ്ങളും അത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നു. കേന്ദ്ര നേതൃത്വം സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരാജയമാണ്. പാർട്ടിയുടെ അംഗബലം കുറയുന്നു. കേരളത്തിൽ ഉൾപ്പെടെ അംഗത്വത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ട്. കേരളത്തിൽ പുതിയ അംഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ അംഗങ്ങൾ പലരും പാർട്ടിയിൽ തുടരാത്തൊരു സാഹചര്യമുണ്ട്. വലിയ സമരങ്ങൾ, പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങൾ, ഭൂസമരങ്ങളൊക്കെ ഏറ്റെടുത്ത വലിയ ചരിത്രമുണ്ടാക്കിയ പാർട്ടിയാണ് CPM. പക്ഷേ ഇപ്പോൾ CPMന് അത് കഴിയുന്നില്ല. വലിയ സമരങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലേക്ക് പാർട്ടി മാറണം എന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. കേന്ദ്ര നേതൃത്വം സ്വയംവിമർശപരമായ റിപ്പോർട്ടിലും തങ്ങൾക്കുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. PBയുടെയും CCയുടെയൊക്കെ പ്രവർത്തന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് ചുവട് പിടിച്ചുള്ള വിമർശനങ്ങളാണ് പാർട്ടി കോൺഗ്രസിൽ ഈ പ്രതി സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ ഉയരുന്നത്. ശരി, VV അരുണാണ് മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO നൽകിയ കുറ്റപത്രത്തിൽ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. വീണയ്ക്കെതിരെ SFIO വീണ്ടും ഒരു കുറ്റപത്രം കൂടി നൽകും. എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് വായ്പയെടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് പൂട്ടി എന്ന കേസിൽ ബംഗളൂരുവിലായിരിക്കും കുറ്റപത്രം നൽകുക. കുറ്റപത്രം നൽകിയതിന് പിന്നാലെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. സേവനം നൽകാതെ CMRL നിന്ന് 2.7 കോടി രൂപ വീണ കൈപ്പറ്റിയെന്നാണ് കുറ്റം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8310, പവന് 66,480. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,845, പവന് 54,760. വെള്ളി ഗ്രാമിന് 102, കിലോയ്ക്ക് 1,02,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
Choose your special. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം അശ്വതി ചേരും.